ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സെക്കൻഡ് മൊഡ്യൂളായിരുന്നു. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് പറഞ്ഞു അല്ലേ. ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ്. ആ ഫസ്റ്റ് കൈൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽസ് ഓഫ് അൺബൗണ്ടഡ് ഇൻട്രവൽസ് ആയിരുന്നു അല്ലേ. ഇൻട്രവൽസ് അൺഡിഫൈൻഡ് ആയിട്ട് പോകുന്നതായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ദെൻ ഇനി ഇവിടെ പറയുന്നത് ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡാണ്. ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ്. ഇംപ്രോപ്പർ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻറ്റഗ്രൽസ് ഓഫ് അൺബൗണ്ടഡ് ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആവുക അല്ലേ. ആ കേസ് തന്നെ നമ്മൾ ഒരുപാട് പറയാം. അതായത് എ ബി എന്ന് പറയുന്ന ഈ ക്ലോസ്ഡ് ഇൻ്റർവെലിനകത്താണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ഒന്നെങ്കിൽ ഈ ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ എവിടെയൊക്കെ ഡിസ്കണ്ടിന്യൂറ്റി വരാം. എ എന്ന് പറയുന്ന ഈ ഒരു ലെഫ്റ്റ് അല്ലേ, ഈ ലിമിറ്റ് പോയിന്റിൽ എൻ പോയിന്റിൽ വരാം, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഈ എൻ പോയിന്റിൽ വരാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ വരാം അല്ലേ, അല്ലെങ്കിൽ ഇതിൽ രണ്ടിലും വരാം, അല്ലെങ്കിൽ ഇടയിൽ തന്നെ ഒരുപാട് പോയിന്റ്സിൽ വരാം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾക്ക് ഒരുപാട് ഡെഫിനേഷൻ പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ആദ്യം ഡെഫിനേഷൻ പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു എ. അതായത് ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ എ ക്ലോസ്ഡ് ബി. അതായത് ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കുന്നത് എവിടെയാണ്? അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ആസ് ആൻ ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് അല്ലേ. ആസ് ആൻ ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു എ. എയിലാണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ദെൻ വി ക്യാൻ ഡിഫൈൻ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എ എന്ന് പറയുന്ന ഈ ലോവർ ലിമിറ്റിൽ എന്താണ്? ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എനെ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? ലിമിറ്റ് ഇനി ഈ എ എന്നുള്ളതിന് സി ടെൻസ് ടു എ പ്ലസ് എന്ന് കൊടുക്കണം. കാരണം എയിലാണ് എന്ത് വരുന്നത്? ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. അപ്പോൾ താഴെ വരുന്നത് കൊണ്ട് ലിമിറ്റ് സി ടെൻസ് ടു എ പ്ലസ് ഇൻറ്റഗ്രൽ സി ടു എ എന്തോലും എടുക്കാൻ മാറിയത് സി അല്ലേ, സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു, വീണ്ടും ഇതിനെ മാറ്റുകയാണ്, സി ടെൻസ് ടു എ പ്ലസിനെ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എന്നാക്കി. അപ്പോൾ എപ്സിലോൺ ടെൻസ് ടു 0 ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സി ടെൻസ് ടു എ ആണ്. ദെൻ എപ്സിലോണിനെ നമ്മൾ 0യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ സി എന്തായിട്ടാണ് മാറുക? പിന്നെ എ പ്ലസ് എപ്സിലോൺ ആയിട്ട് മാറും അല്ലേ. എ പ്ലസ് എപ്സിലോൺ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ ബി എന്നുണ്ട്, അതിന് യാതൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ എ എന്ന് പറയുന്ന ഈ ഒരു ലെഫ്റ്റ് എൻ പോയിന്റിലാണ് ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കുന്നതെങ്കിൽ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈ ലെഫ്റ്റ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ചേഞ്ച് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം എ എന്നുള്ളതിനെ നമ്മൾ എന്ത് സി ടെൻസ് ടു എ പ്ലസ് എന്ന് കൊടുത്തു, എന്നിട്ട് സി എന്നാക്കി. ദെൻ വീണ്ടും ഇതിന് എപ്സിലോൺ ടെൻസ് ടു എന്നാക്കി. എപ്സിലോൺ ടെൻസ് ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സി ടെൻസ് ടു എ എന്നുള്ളത് എന്തായിട്ട് മാറും? എ പ്ലസ് എപ്സിലോൺ ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കണ്ടിന്യൂറ്റി എവിടെ സംഭവിക്കാം? ലെറ്റ് എഫ് ബി ഇങ്ങനെ പറയാം, എഫ് ഓഫ് എക്സ് ബി കണ്ടിന്യൂസ് അല്ലേ, കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ഓപ്പൺ ബി. അതായത് ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കുന്നത് എവിടെയാണ്? ഈ ബി എന്ന് പറഞ്ഞാൽ മുകളിൽ വരുന്ന ഈ പോയിന്റിൽ അല്ലേ, റൈറ്റ് ഹാൻഡ് പോയിന്റിൽ. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് എ ഓപ്പൺ ബി ആൻഡ് എഫ് ഓഫ് എക്സ് ഹാസ് ആൻ ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി. എവിടെയാണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്? അറ്റ് എക്സ് ഈക്വൽ ടു ബി. എക്സ് ഈക്വൽ ടു ബിയിലാണ് എന്ത് വരുന്നത്? ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു, ഇപ്പോൾ എ അതുപോലെ തന്നെ കാരണം ബിയിലാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കേണ്ടി വരും? ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിന് ഇൻറ്റഗ്രൽ എ ടു അല്ലേ ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് ബിക്കാണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് സി ടെൻസ് ടു ബി മൈനസ് എന്ന് കൊടുക്കുക. താഴെ വരുമ്പോൾ പ്ലസ്, മുകളിൽ വരുമ്പോൾ മൈനസ് അല്ലേ. സി മൈനസ്, അപ്പോൾ ഇവിടെ എന്ത് വരും? സി എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ വീണ്ടും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇൻറ്റഗ്രൽ എ ടു ഈ സി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? അപ്പോൾ ബി മൈനസ് എപ്സിലോൺ. അതായത് എ പ്ലസ് എപ്സിലോൺ ആയത് മാറും ബി മൈനസ് എപ്സിലോൺ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റിൽ ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കുമ്പോൾ വരുന്ന ചേഞ്ച് റൈറ്റ് ഹാൻഡ് പോയിന്റിൽ. ഇനി
നെക്സ്റ്റ് രണ്ടിലും ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കുക, അതായത് എയിലും ബിയിലും എന്താവുക, ഡിസ്കണ്ടിന്യൂസ് ആവുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻ ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി അല്ലേ, അറ്റ് ബോത്ത് ദ എൻഡ് പോയിൻറ്റ്സ് എ ആൻഡ് ബി. എയിലും ബിയിലും ഡിസ്കണ്ടിന്യൂസ് ആവുക. അപ്പോൾ ഫംഗ്ഷൻ എയിലും ബിയിലും ഡിസ്കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിന് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻറ്റഗ്രൽ എ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് എക്സ് നോട്ട് ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, വേർ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടിലും ഡിസ്കണ്ടിന്യൂറ്റി വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്ന അല്ലെ എ ടു ബി എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു നമ്പറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അതുപോലെ എൻ്റെയും ബിൻ്റെയും ഇടയിൽ വരുന്ന ഒരു നമ്പർ, സപ്പോസ് ഡി എന്ന് പറയുന്നത് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണ്, ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു നമ്പറാണ് അല്ലേ. അപ്പോൾ ഈ പോയിന്റിൽ ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇഫ് എഫ് ബിക്കം ഇൻഫൈനൈറ്റ് അല്ലേ, ഇൻഫൈനൈറ്റ് അറ്റ് ദ ഇൻറ്റീരിയർ പോയിന്റ്, അറ്റ് ആൻ ഇൻറ്റീരിയർ പോയിന്റ് ഡി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ഡി, ആ ഇൻറ്റീരിയർ പോയിൻ്റുമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, എ ടു ഡി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ ഡി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു പോയിൻ്റ് അല്ല, ഒരുപാട് പോയിന്റിൽ, അതായത് D1 D2 എക്സെട്ര ഡി എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. D1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു D2 ലെസ് ദാൻ ഓർ ലെസ് ദാൻ D2 ലെസ് ദാൻ എക്സെട്ര ലെസ് ദാൻ DN അല്ലേ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക, അതായത് D1 വലുത് D2 അതിനേക്കാളും വലിയ, അങ്ങനെ ഇതിൻ്റെ ഇടയിൽ വരുന്ന, അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇവിടെ നമ്മൾ 2 to 9 ആണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു നമ്പറിലല്ലാതെ ഒന്നിലധികം നമ്പറിൽ, ഇപ്പോൾ 5ലും 6ലും 7ലും അങ്ങനെ 3 നമ്പറിൽ നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കുകയാണെന്ന് ചോദിച്ചു. ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അത്രയും നമ്പറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു D1 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? എവിടെ നിന്നാണ് നമ്മൾ അവസാനിച്ചത്? എവിടെ നിന്ന് അല്ലേ, D1 to D2 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് നെക്സ്റ്റ് എന്ത് ചെയ്യണം? D2 to D3 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് അങ്ങനെ എഴുതണം. പ്ലസ് ലാസ്റ്റ് എന്ത് ചെയ്യണം? നിങ്ങളിവിടെ DN to ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇങ്ങനെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കേസ് മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി പറഞ്ഞു. ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് ലെഫ്റ്റ് ഹാൻഡ് പോയിന്റിൽ, എ എന്ന് പറയുന്ന ആ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം അല്ലെ, ഇൻറ്റഗ്രൽ വാല്യൂ ഡിഫൈൻ ചെയ്യാം. അതുപോലെ തന്നെ ബിയിൽ അല്ലേ, ബി എന്ന് പറഞ്ഞതിൽ ഡിസ്കണ്ടിന്യൂസ് ആകുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ എയിലും ബിയിലും ഡിസ്കണ്ടിന്യൂസ് ആവുന്ന കേസിൽ, പിന്നെ എൻ്റെയും ബിൻ്റെയും ഇടയിൽ വരുന്ന ഡി എന്ന് പറഞ്ഞ ഒരു നമ്പറിൽ ഡിസ്കണ്ടിന്യൂസ് ആവുന്ന കേസിൽ അല്ലേ, പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് നമ്പറിൽ അങ്ങനെ ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കുമ്പോൾ എങ്ങനെ എഴുതാമെന്നുള്ളത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കൺവേർജ് ചെയ്യുന്നു ഡൈവേർജ് ചെയ്യുന്നുള്ളത് പറയാം അല്ലേ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് കൺവേർജ് ചെയ്യുന്നു ഡൈവേർജ് ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യാനായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ ഫംഗ്ഷന് ഡിസ്കണ്ടിന്യൂറ്റി എവിടെയാണോ വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്തതുപോലെ എഴുതുക. എന്നിട്ട് ഡിഫൈൻ ചെയ്തതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക്, ഇപ്പോൾ ഈ റൈറ്റ് സൈഡ്, ഇതിൻ്റെയൊക്കെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്താണ് അല്ലേ, ഇവിടെ നമുക്കൊരു വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ അല്ലേ, ഒരു ലിമിറ്റ് ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? നമുക്ക് ഇൻറ്റഗ്രൽ വാല്യൂ കൺവേർജ് ചെയ്യാമെന്ന് പറയാം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡൈവേർജ് ചെയ്യാമെന്ന് പറയാം. അത് തന്നെയാണ് ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ റൈറ്റ് സൈഡിന് നമുക്കൊരു ആൻസർ കിട്ടുന്നെങ്കിൽ, വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ കൺവേർജ് ചെയ്യുന്നു, അതർവൈസ് ഇറ്റ് ഈസ് ഡൈവേർജസ് എന്ന് പറയും അല്ലേ. പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. എക്സാമിൻ ദ കൺവേർജൻസ് ഓഫ് ഫസ്റ്റ് വൺ അല്ലേ, ഇൻറ്റഗ്രൽ 0 to 1 dx ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ ഫംഗ്ഷന് ഏതാണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x സ്ക്വയർ അല്ലേ, ഓൺ ദ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to 1. പക്ഷേ ഇവിടെ ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്നത് എവിടെയാണെന്നുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യാം. അതായത് ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് എൻഡ് പോയിന്റിലാണോ റൈറ്റ് എൻഡ് പോയിന്റിലാണോ, അത് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫംഗ്ഷന് നിങ്ങൾ ഈ ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ആയിട്ടുള്ള 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 1/0 എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് ആയിട്ട് പോകും. അതായത് ഫംഗ്ഷൻ അൺഡിഫൈൻഡ് ആവുന്നത് എവിടെയാണ്? 0 എന്ന് പറയുന്നത് ലെഫ്റ്റ്
എൻഡ് പോയിന്റിലാണ് അല്ലേ. ലെഫ്റ്റ് എൻഡ് പോയിന്റിൽ അൺഡിഫൈൻഡ് ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞത്, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് സി ടെൻസ് ടു എ പ്ലസ് അങ്ങനെ എഴുതിയിരുന്നു നമ്മൾ അല്ലേ. ലാസ്റ്റ് ഫൈനലി നമ്മൾ എന്താ എഴുതിയിരുന്നത്, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇൻറ്റഗ്രൽ എ പ്ലസ് എപ്സിലോൺ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇങ്ങനെ മാറ്റി എഴുതാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, ഇൻറ്റഗ്രൽ എ ടു ബി എന്ന് പറഞ്ഞാൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ മാറ്റി എഴുതാം, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇൻറ്റഗ്രൽ എ പ്ലസ് എപ്സിലോൺ, എ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ പ്ലേസിൽ എന്താണ് 0 പ്ലസ് എപ്സിലോൺ ബി എന്ന് പറഞ്ഞാൽ 1 അല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. 1 ബൈ എക്സ് സ്ക്വയറിന് ഇൻറ്റഗ്രൽ എന്താ വരിക, മൈനസ് 1 ബൈ എക്സ് വിത്ത് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് എപ്സിലോൺ 1 വരും. കാരണം ഇവിടെ 0 പ്ലസ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ആവും അല്ലേ. ഇറ്റ് ഇംപ്ലൈസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക, മൈനസ് 1 ബൈ 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1 മൈനസ് 1 ബൈ എപ്സിലോൺ വരും, ദാറ്റ് ഈസ് പ്ലസ് 1 ബൈ എപ്സിലോൺ വരും. ഓക്കെ, ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് 1 ബൈ എപ്സിലോൺ മൈനസ് 1 വരും അല്ലേ. ഇവിടെ എപ്സിലോണിനാണ് 0 എന്ന് കൊടുക്കുന്നത്, അപ്പോൾ 1 ബൈ 0 എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് ആയിപ്പോവും. ദെൻ ഇതന്നെ അൺഡിഫൈൻഡ് ആയിപ്പോയി അല്ലേ. അൺഡിഫൈൻഡ് നിന്ന് പിന്നെന്താ ഇൻഫിനിറ്റിയിൽ നിന്ന് വീണ്ടും ഒന്ന് മൈനസ് ചെയ്യാന്നാൽ എന്താ വരിക, ഇൻഫൈനൈറ്റ് തന്നെ വരും. അപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയത്, ഇൻഫിനിറ്റി എന്ന് കിട്ടി അല്ലെ, ഇൻഫൈനൈറ്റ് എന്ന് കിട്ടിയത്. അപ്പോൾ ഇതിനൊരു വാല്യൂ കിട്ടാത്തതുകൊണ്ട് ഈ ഇൻറ്റഗ്രലിൻ്റെ ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് ചെയ്ത് പോകുന്നപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടുന്നില്ല, അൺഡിഫൈൻഡ് ആയിട്ട് പോവുകയാണ് അല്ലേ. അതായത് ഈ ഇൻറ്റഗ്രൽ എന്താന്ന് പറയാം, നമുക്ക് ഡൈവേർജൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ എക്സാമിങ് ദ കൺവേർജൻസ് ഓഫ് ദീസ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഇത് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് അല്ലേ. ഈ ഫംഗ്ഷൻ എന്താണ്, ഡൈവേർജ്, ഇൻറ്റഗ്രൽ വാല്യൂ ഡൈവേർജ് ചെയ്യാണ്. നെക്സ്റ്റ് അതുപോലെ ഇത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഇൻറ്റഗ്രൽ 0 to 1 ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്താണ്, 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇത് ഡിസ്കണ്ടിന്യൂസ് ആവുന്നത് ഇവിടെ ഏത് പോയിന്റിലാണ്, 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, 1 ബൈ റൂട്ട് 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 1 ബൈ റൂട്ട് 1 ഇറ്റ് ഈസ് ഈക്വൽ ടു 1 അല്ലേ, ഒരു ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ അവിടെ ഡിസ്കണ്ടിന്യൂറ്റി ഒന്നും വരുന്നില്ല. ദെൻ ഇവിടെ 1 കൊടുത്തു നോക്കുക, 1 കൊടുക്കുമ്പോൾ എന്താ വരുന്നത്, എഫ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ റൂട്ട് 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ബൈ റൂട്ട് 0 എന്ന് വരും. ദാറ്റ് ഈസ് 1 ബൈ 0 പറഞ്ഞാൽ അൺഡിഫൈൻഡ് ആയിട്ട് പോകുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ഇവിടെ എന്ത് വരുന്നത്, എക്സ് ഈക്വൽ ടു 1 ആണ്, ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ഈ മുകളിൽ അപ്പർ ലിമിറ്റിൽ ഡിസ്കണ്ടിന്യൂറ്റി സംഭവിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്യുന്നത്, ഇൻറ്റഗ്രൽ എ ടു ബി f of x ds is discontinuous at x equal to b, then we can define integral a to b f of x dx which is equal to limit c tends to b minus 1 അല്ലേ. ലാസ്റ്റ് ഫൈനലി നമ്മൾ എന്താ എഴുതിയിരുന്നത്, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 ഇൻറ്റഗ്രൽ എ ടു ബി മൈനസ് എപ്സിലോൺ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇങ്ങനെ എഴുതിയിരുന്നു അല്ലേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാം, ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 0 to 1 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 ഇൻറ്റഗ്രൽ എ എന്ന് പറഞ്ഞാൽ 0 അല്ലേ, ബി മൈനസ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ 1 മൈനസ് എപ്സിലോൺ എഫ് ഓഫ് എക്സ് എന്താണ് 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ, ദാറ്റ് ഈസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതിൻ്റെ ഇൻറ്റഗ്രൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എന്താണ്, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് അല്ലേ. 1 ബൈ റൂട്ട് മൈനസ് 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ്, 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ്, റൂട്ട് ഓഫ് 1 ബൈ അല്ലേ 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇൻറ്റഗ്രൽ വരുന്നത്, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ, വിത്ത് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ഏതാ വരുന്നത്, 0 1 മൈനസ് എപ്സിലോൺ വരും. ഈസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക, സൈൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എപ്സിലോൺ മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 0 അല്ലേ. സൈൻ ഇൻവേഴ്സ് ഓഫ് 0 എന്താണ്, 0 തന്നെയാണ്. ഇവിടെ ഈ ഭാഗത്ത് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക, അപ്പോൾ ഇത് 0 ആയിപ്പോയി അല്ലേ. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സിലോണിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇവിടെ 0 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, ഫൈനലി ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 സൈൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എപ്സിലോൺ ഇതിനാണ് കൊടുക്കുന്നത്, ഇതിൻ്റെ വാല്യൂ 0 ആയി പോകും, സൈൻ ഇൻവേഴ്സ് ഓഫ് 0 അല്ലേ. അപ്പോൾ എപ്സിലോൺ കൊടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ്
1 മൈനസ് 0 എന്ന് വരും. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 0. സൈനിൻ്റെ വാല്യൂ എപ്പോഴാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1 വരും അല്ലേ. സൈനിൻ്റെ വാല്യൂ എപ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്? π/2 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? π/2. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഇൻറ്റഗ്രലിന് ഒരു വാല്യൂ കിട്ടി. ഈ റൈറ്റ് സൈഡ് ചെയ്ത് പോകുന്നപ്പോൾ ഇവിടെ ഒരു വാല്യൂ കിട്ടി π/2 അല്ലേ. അതായത് ഇത് കൺവേർജ് ചെയ്യുകയാണെന്ന് പറയാം. നമുക്ക് കൺവേർജസ് ടു π/2 വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ എന്താണ്? അപ്പോൾ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ π/2 ആണെന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻറ്റഗ്രൽ 0 to 2 dx ഡിവൈഡഡ് ബൈ 2x മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്നത് എവിടെയാണെന്നുള്ളത് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ. ഇവിടെ ഈ ഒരു എൻ പോയിൻ്റ് ഉണ്ടല്ലോ 0, ലെഫ്റ്റ് എൻ പോയിന്റിൽ അതായത് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 1/2 ഇൻറ്റു 0 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 1/0 അൺഡിഫൈൻഡ് ആയിട്ട് പോകും. അപ്പോൾ ഈ ലോവർ ലിമിറ്റിൽ ഇത് അൺഡിഫൈൻഡ് ആണ്. ഇനി അപ്പർ ലിമിറ്റിൽ നോക്കാം. ദാറ്റ് ഈസ് f(2) എന്ന് വരും അല്ലേ. 1/2 ഇൻറ്റു 2 മൈനസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/0. വീണ്ടും എന്താ വരിക? അൺഡിഫൈൻഡ് ആണ്. അതായത് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് ഇവിടെ ബോത്ത് ദ എൻ പോയിൻറ്റ്സ് അല്ലേ. 0ലും 2ലും എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താ പറയുന്നത്? ഇൻറ്റഗ്രൽ a to b f(x) dxന് നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റഗ്രൽ a to x0 f(x) dx അല്ലേ പ്ലസ് x0 to b f(x) dx ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. x0 എന്ന് പറയുന്നത് എൻ്റെയും ബിൻ്റെയും ഇടയിൽ വരുന്ന ഒരു നമ്പറാണ് അല്ലേ. അപ്പോൾ ഞാനും അതുപോലെ ഇവിടെ എഴുതുകയാണ്. ഇൻറ്റഗ്രൽ 0 to 2 f(x) എന്ന് പറഞ്ഞാൽ dx ഡിവൈഡഡ് ബൈ 2x മൈനസ് എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to x0 എന്ന് പറഞ്ഞാൽ 0ൻ്റെയും 2ൻ്റെയും ഇടയിൽ വരുന്ന നമ്പർ റിയൽ നമ്പർ നമുക്ക് എന്തെടുക്കാം? 1 ചൂസ് ചെയ്യാം. 1 ആണ് ഒന്നും കൂടെ ബെറ്റർ അല്ലേ. അപ്പോൾ 0 to 1 എടുത്തു. f(x) dx ദാറ്റ് ഈസ് dx ഡിവൈഡഡ് ബൈ 2x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 to 2 അല്ലേ. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 1 to 2 dx ഡിവൈഡഡ് ബൈ 2x മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായി? ഇപ്പോൾ നമ്മൾ ഇതിൽ ഈ ലോവർ ലിമിറ്റിൽ ഡിസ്കണ്ടിന്യൂസും ഇതിൽ അപ്പർ ലിമിറ്റിൽ ഡിസ്കണ്ടിന്യൂസ് ആവുന്ന രീതിയിലായി. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഇത് ലോവർ ലിമിറ്റിലാണ് അല്ലേ. ദാറ്റ് ഈസ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇൻറ്റഗ്രൽ എപ്സിലോൺ പ്ലസ് 0 പ്ലസ് എപ്സിലോൺ 1 dx ഡിവൈഡഡ് ബൈ 2x മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് ഇതിനെ ലിമിറ്റ് ഓൾറെഡി ഇവിടെ എപ്സിലോൺ കൊടുത്തുകൊണ്ട് ഇവിടെ ഞാനൊരു ഡെൽറ്റ എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുകയാണ്. ഡെൽറ്റ ടെൻസ് ടു 0 പ്ലസ് ഇൻറ്റഗ്രൽ 1 to 2 മൈനസ് ഡെൽറ്റ അല്ലേ. കാരണം ഇവിടെ അപ്പറിലാണ് വരുന്നത്. അതായത് ഇതിന് നമ്മൾ ആ കേസ് 2 നമ്മൾ പറഞ്ഞ പോലെ ചെയ്യുന്നു. ഇതിനെ ഫസ്റ്റ് കേസ് പറഞ്ഞതുപോലെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. രണ്ടും കൂടെ വരുന്നതാണിത് അല്ലേ. ബോത്ത് രണ്ട് പോയിന്റിലും ഡിസ്കണ്ടിന്യൂറ്റി വരുമ്പോൾ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് ആദ്യം ഇതിന് ഫസ്റ്റ് ആ കേസ് കൊടുക്കുക, രണ്ടാമത്തേന് രണ്ടാമത്തെ കേസും കൊടുക്കുക. ഓക്കെ. dx ഡിവൈഡഡ് ബൈ 2x മൈനസ് എക്സ് സ്ക്വയർ. ഇനി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഇതിനൊരു എക്സ് ഔട്ട് സൈഡ് എടുക്കണം അല്ലെ. എക്സ് ഔട്ട് സൈഡ് എടുത്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കേട്ടോ. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ കിട്ടുക അതിനൊരു ഇക്വേഷൻ കറക്റ്റ് നമുക്ക് ലാസ്റ്റ് ഒരു വാല്യൂയിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഡൈവേർജൻ്റ് ആയിരിക്കും എന്നുള്ളതായിരിക്കും കിട്ടുന്നത്. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.